നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മേഡം രാശിക്കാരെ, ഈ ആഴ്ചത്തെ ഫലം പറയുന്നതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഓഗസ്റ്റ് 23 മുതൽ 29 വരെ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു അവസരം ആദ്യം നോക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നാം. പക്ഷേ അതിൻ്റെ പിന്നാലെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങളുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളെ നിസ്സാരമായി കാണരുത്. പ്രത്യേകിച്ച് നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു മറുപടി, ഒരു തീരുമാനം, ഒരു അവസരം, ഇതിലൊന്നിൽ ഒരു നീക്കം ഉണ്ടാകാനുള്ള സമയമാണ്. പക്ഷേ ആ നീക്കം എവിടെയാണ് ആദ്യം വരുന്നത്? അതാണ് നമുക്ക് നോക്കേണ്ടത്. മേഡം രാശിക്കാരുടെ ജോലി കാര്യത്തിൽ ഈ ആഴ്ച എനിക്ക് എടുത്തു പറയാനുള്ളത് ഒരു കാര്യമാണ്. ഇനി എന്താകും എന്നൊരു ചിന്ത അടുത്തിടെ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. ജോലി മാറണമെന്ന ആഗ്രഹം ഉള്ളവരുണ്ടാകും. പുതിയൊരു അവസരത്തിനായി കാത്തിരിക്കുന്നവർ ഉണ്ടാകും. ജോലിയിൽ തന്നെ തുടരുമ്പോഴും അംഗീകാരം കിട്ടുന്നില്ലെന്ന് തോന്നുന്നവർ ഉണ്ടാകും. അങ്ങനെ ഉള്ളവർക്ക് ഈ ആഴ്ച ഒരു ചെറിയ പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണാം. ഒരു ഫോൺ കോൾ വരാം, ഒരു മെസ്സേജ് വരാം, നേരത്തെ കൊടുത്ത അപേക്ഷയിൽ നിന്ന് മറുപടി വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചെന്ന് കരുതിയ ഒരു അവസരം വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. പക്ഷേ ഇവിടെ ഒരു ചെറിയ ശ്രദ്ധ വേണം. വന്ന അവസരം കണ്ട ഉടൻ ഇതാണ് എൻ്റെ അവസരം എന്ന് കരുതി തീരുമാനം എടുക്കേണ്ടതില്ല. ഒന്ന് അന്വേഷിക്കുക, നിബന്ധനകൾ നോക്കുക, ശമ്പളവും ഉത്തരവാദിത്വവും നോക്കുക, അതിനുശേഷം മാത്രം തീരുമാനിക്കുക. കാരണം ഈ ആഴ്ച അവസരം വരുന്നതിനേക്കാൾ പ്രധാനമാണ് ശരിയായ അവസരം തിരിച്ചറിയുന്നത്. ബിസിനസ് ചെയ്യുന്ന മേഡം രാശിക്കാർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പഴയൊരു കസ്റ്റമർ വീണ്ടും ബന്ധപ്പെടാം. നേരത്തെ സംസാരിച്ച് നിർത്തിവെച്ച ഒരു ഇടപാട് വീണ്ടും നിങ്ങളുടെ ചർച്ചയിലേക്ക് വരാം. ചിലർക്കാകട്ടെ ഒരു പുതിയ ആളുമായി പരിചയം ഉണ്ടാകുന്നതിലൂടെ ബിസിനസ്സിൽ ഒരു പുതിയ വഴി തുറക്കാനും സാധ്യത കാണുന്നു. പക്ഷേ മറ്റൊരാൾ പറയുന്നത് മാത്രം കേട്ട് വലിയൊരു സാമ്പത്തിക തീരുമാനം നിങ്ങൾ എടുക്കരുത്. പ്രത്യേകിച്ച് പങ്കാളിത്തം, വലിയ നിക്ഷേപം, കടം കൊടുക്കൽ, ഇതിലൊക്കെ രേഖകൾ വ്യക്തമായി നോക്കണം. നിങ്ങളുടെ കണക്കുകൾ നിങ്ങൾ തന്നെ പരിശോധിക്കുക. അങ്ങനെ ചെയ്താൽ ഈ ആഴ്ച ബിസിനസ്സിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കും. സാമ്പത്തിക കാര്യത്തിൽ ഇവിടെ മേഡം രാശിക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. പണം വരാനുള്ള വഴി കാണുന്നുണ്ട്. പക്ഷേ അതേസമയം ചെലവും കൂടാൻ സാധ്യത കാണുന്നു. പ്രതീക്ഷിച്ചിരുന്ന ഒരു പണം കിട്ടാം. കുടിശ്ശികയായി കിടന്നിരുന്ന തുകയിൽ ഒരു ഭാഗം നിങ്ങൾക്ക് ലഭിക്കാം. ചിലർക്ക് ജോലി വഴിയോ ബിസിനസ് വഴിയോ അധിക വരുമാനത്തിനും ഒരു സാധ്യത കയറാം. പക്ഷേ കിട്ടുന്ന പണം മുഴുവൻ ഒരുമിച്ച് ചെലവാക്കാതെ കുറച്ച് മാറ്റിവെക്കുക. കാരണം ആഴ്ചയുടെ മധ്യത്തിൽ അപ്രതീക്ഷിതമായൊരു ചെലവ് വരാൻ സാധ്യത കാണുന്നു. വീട്ടുകാരുടെ ആവശ്യമായിരിക്കാം, യാത്ര ആയിരിക്കാം, വാഹനവുമായി ബന്ധപ്പെട്ട കാര്യമാകാം, അല്ലെങ്കിൽ നേരത്തെ മാറ്റിവെച്ചിരുന്ന ഒരു പണമടയ്ക്കൽ ആയിരിക്കാം. അതുകൊണ്ട് പണം കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിൽ അധികം ചെലവാക്കരുത്. കയ്യിൽ പണം നിർത്തുന്നിടത്താണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ബുദ്ധി. ഇനി ഒരു പ്രധാനപ്പെട്ട ഭാഗം, മേഡം രാശിക്കാരുടെ ബന്ധങ്ങളിൽ ഈ ആഴ്ച സംസാരത്തിലൂടെയാണ് കാര്യങ്ങൾ ശരിയാകുന്നത്. അടുത്തിടെ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളും തമ്മിൽ ചെറിയൊരു അകലം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയാനുള്ളത് മനസ്സിൽ വെച്ച് നടക്കുകയാണെങ്കിൽ ഈ ആഴ്ച അത് തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം വരാം. പക്ഷേ മേഡം രാശിക്കാരുടെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയാമല്ലോ. തോന്നിയത് ഉടൻ പറഞ്ഞു കളയും. അതുതന്നെയാണ് ഈ ആഴ്ച കുറച്ച് നിയന്ത്രിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന വാക്ക് ശരിയായിരിക്കാം, പക്ഷെ പറയുന്ന രീതി തെറ്റിപ്പോയാൽ ചെറിയൊരു വിഷയം വലിയ തർക്കമാകും. അതുകൊണ്ട് ഇത്തവണ ഒന്നും കേട്ടിട്ട് മറുപടി പറയുക. അങ്ങനെ ചെയ്താൽ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ചെറിയൊരു പിണക്കം പോലും മാറിപ്പോകും.
വിവാഹത്തിനായി കാത്തിരിക്കുന്ന മേഡം രാശിക്കാർക്കും ഈ ആഴ്ച ഒരു വാർത്ത ലഭിക്കാൻ സാധ്യത കാണുന്നു. നേരത്തെ സംസാരിച്ചിരുന്ന ഒരു ബന്ധം വീണ്ടും നിങ്ങളുടെ ചർച്ചയിലേക്ക് കടന്നു വരാം. ചിലർക്കാകട്ടെ വീട്ടിലെ മുതിർന്ന ഒരാളുടെ ഇടപെടലിലൂടെ ഒരു തടസ്സം മാറാം. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാം. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിനും യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഒരു ജീവിത തീരുമാനമായതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് ആലോചിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കുടുംബകാര്യങ്ങളിൽ പൊതുവെ നല്ല അന്തരീക്ഷം തന്നെയാണ് കാണുന്നത്. എങ്കിലും ആഴ്ചയുടെ മധ്യത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. പണവുമായി ബന്ധപ്പെട്ട കാര്യമാകാം, വീട്ടിലെ ഒരു തീരുമാനമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവർ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം വന്നേക്കാം. അവിടെ നിങ്ങൾ ജയിക്കണമെന്നില്ല, പ്രശ്നം തീരണമെന്നതാണ് പ്രാധാന്യം. ഈ ഒരു സമീപനം സ്വീകരിച്ചാൽ വീട്ടിലെ അന്തരീക്ഷം വളരെ വേഗം ശരിയാകും. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിൻ്റെ ക്ഷീണം ശ്രദ്ധിക്കുക. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് ഉറക്കക്കുറവും ടെൻഷനും ഉണ്ടാകാം. ജോലിയുടെ തിരക്കിനിടയിൽ ഭക്ഷണവും വിശ്രമവും ഒഴിവാക്കരുത്. യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. തുടർച്ചയായി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ജ്യോതിഷ ഫലത്തെ ആശ്രയിച്ച് നിൽക്കാതെ ചികിത്സ നേടേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക. ഇനി മേഡം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയാണ്. ഈ ആഴ്ചയുടെ യഥാർത്ഥ സന്ദേശം. നിങ്ങൾ ഉപേക്ഷിച്ചെന്ന് കരുതിയ ഒരു കാര്യം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അത് ഒരു ജോലിയായിരിക്കാം, ഒരു ബന്ധമായിരിക്കാം, ഒരു സാമ്പത്തിക കാര്യമാകാം, അല്ലെങ്കിൽ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു തീരുമാനമായിരിക്കാം. ആദ്യ നിമിഷത്തിൽ നിങ്ങൾക്ക് തോന്നും ഇത് വീണ്ടും വന്നത് എന്തിനാണെന്ന്. പക്ഷേ കുറച്ചാലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇന്ന് പഴയ കാര്യം വീണ്ടും ആവർത്തിക്കാൻ വന്നതല്ല. ഇത്തവണ അത് മറ്റൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമായിരിക്കും. അതുകൊണ്ട് ഈ ആഴ്ച വരുന്ന ഒരു രണ്ടാമത്തെ അവസരത്തെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഒരു ചെറിയ ആത്മീയ നിർദ്ദേശം. ചൊവ്വാഴ്ച കഴിയുമെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. രാവിലെ കുറച്ച് സമയം മനസ്സിനെ ശാന്തമാക്കി പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ്. കഴിയുമെങ്കിൽ വീട്ടിൽ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുക. ഇത് മനസ്സിന് ആത്മവിശ്വാസവും ശാന്തതയും നൽകും. മേഡം രാശിക്കാരെ, ഓഗസ്റ്റ് 23 മുതൽ 29 വരെ നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് മാറുന്ന ആഴ്ചയല്ല. പക്ഷേ മാറേണ്ട ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്ന ആഴ്ചയാണ്. ജോലിയിൽ ഒരു സന്തോഷ വാർത്ത ലഭിക്കാം. സാമ്പത്തികമായി ഒരു ആശ്വാസം കിട്ടും. ബന്ധത്തിൽ ഒരു തുറന്ന സംസാരം നടക്കാം. കുടുംബത്തിൽ ഒരു തീരുമാനമുണ്ടാകാം. ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. വേഗത്തിൽ പ്രതികരിക്കാതെ ആലോചിച്ച് മാത്രം മുന്നോട്ട് നീങ്ങുക. ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അതായിരിക്കും. മേഡം രാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാത്തിരിക്കുകയാണെങ്കിൽ അത് എന്താണെന്ന് കമൻറ്റിൽ എഴുതാം. ഈ ഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ജ്യോതിർവാണി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു രാശിഫലമായി ഈ ആഴ്ചയിലെ പ്രധാന മാറ്റങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.